ഓക്കെ, താങ്ക് യു. ഓക്കെ സാർ ഇനി അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞാൽ ഇതിലുള്ള മറ്റുള്ള സോങ്സ് ഒക്കെ വളരെ ഞാൻ ചെയ്തോട്ട് പറയില്ല കേട്ടോ. അപ്പൊ ഞാനൊരു വെറൈറ്റി കേട്ടോ. രാത്രി ശിവരാത്രി വെച്ച് മറ്റേ വിലയിരുത്തണ്ട, അങ്ങനാട് വെച്ച് മറ്റേ വിലയിരുത്തണ്ട, ഓരോ സോങ് ഈ ലൊക്കേഷൻ എല്ലാം നമ്മുടെ കേരളത്തിൽ തന്നെ പാട്ടും സീക്വൻസിന്റെ ഒക്കെ. പിന്നെ ദേഹിയില്ല ദേഹിക്ക് ഇപ്പോൾ ദാഹമില്ല എംജിസുമാട് പാട്ടുണ്ട്. അല്ല സാർ, കേരളത്തിൽ ചരിത്രത്തിൽ ഇത്രയും മെലഡീസ് ആയിട്ടുള്ള ഒരു പാട്ട് വന്നിട്ടുണ്ടാവില്ല, ഞാൻ ഉറപ്പ് പറയുന്നത്. നമ്മള് കേട്ട കണ്ണീർ പൂവിന്റെ കവിളിത്തലോടി പാട്ടൊക്കെ നിങ്ങൾ പറയാം അതൊന്നും ഒന്നുമല്ലാന്ന്. അതിന് പകരമായിട്ട് വെക്കാൻ ഏത് പാട്ടാണ് സാർ ഉദ്ദേശിക്കുന്നത്? മറ്റേ എംജിസുമാർ 2 സോങ് പാടിയുണ്ട്. 3 ഞാന് ഒന്ന് ചിത്രേച്ച് പാടിയിട്ടുണ്ട്, ചിത്ര. പിന്നെ ഒന്ന് വിധുപ്രതാപ് പാടിയിട്ടുണ്ട്. അതല്ലേ, അപ്പൊ മൊത്തം എത്ര സോങ്? പിന്നെ മറ്റേ അംഗനവാടിയിലെ ടീച്ചർ എന്നുള്ളത് ആ കുട്ടികൾ പാടും. അല്ല സാർ, മൊത്തം എത്ര പാട്ടാ? എങ്ങനെ മൊത്തം എത്ര പാട്ടുണ്ട്? 8 പാട്ട്. 8 അല്ലേ? 3 ഞാൻ പാടി, 2 ഒന്ന്. ഈ സോങ്സിന്റെ ലൊക്കേഷൻ എല്ലാം നമ്മൾ കേരളത്തിലാണോ ഷൂട്ട് ചെയ്തേക്കുന്നത് അതോ വേറെ ലണ്ടനിലോ അങ്ങനെ വല്ല സ്ഥലം? ഞങ്ങളെല്ലായിടത്തും ഇത് സോങ്സ് ഇപ്പൊ ഇങ്ങനെ മറ്റേ ഒരു പാട്ടുണ്ട്, ഗോകുലനാഥനായി കണ്ണക്കണ്ട ഞാൻ പാടുപാട്ടെ. ഓരോ സോങ് 4 ദിവസം പടം തീരുന്നില്ല. എന്റെ ഈശ്വര, 3.25 മണിക്കൂറാ. 8 കല്ല് 8 പാട്ട്, 2.25 മണിക്കൂർ കഥയും 8 പാട്ട് 8 കഥ. ഗോപാല അത് ആ പാട്ട് പെട്ടെന്ന് ഇറങ്ങി യൂട്യൂബിലിട്ട് സാർ, പെട്ടെന്ന് ഞങ്ങളിങ്ങനെ കാത്തിരിക്കുക. അല്ല ഇങ്ങനെ കഴിഞ്ഞ ഞാൻ ഇപ്പൊ അതാണ് ഞാൻ എഡിറ്റ് കണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പം ഒരു സംശയം വേണ്ട. എന്തെങ്കിലും എന്നെ വിമർശിച്ചവരൊക്കെ ആ എംജിസുമാറിന്റെ ദേഹിയില്ല ദേഹിക്കപ്പോഴുള്ള സോങ്ങൊക്കെ ഇട്ട് ഞാൻ ഇരുന്നു. യാതൊരു വൾഗറോ ഒന്നുമില്ല ഈ സിനിമയിൽ, അങ്ങനത്തെ യാതൊരു വൾഗാരിറ്റി ഇല്ലാന്ന്. ഒരു ചെറിയ കുട്ടിയാ അതാ പറ്റേ. കാരണം എനിക്ക് മോണിറ്റർ പലപ്പോഴും നോക്കാൻ പറ്റില്ല, ഞാൻ തന്നെ അഭിനയിക്കൂടെ ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ പുറമേ നിന്നൊക്കെ പിടിക്കുമ്പോ മനസ്സിലാവുന്നില്ല എവിടെ എന്തൊക്കെയാ ഉള്ളതെന്നുള്ള. ആരും വലിയ കുട്ടിയല്ലേ, സത്യത്തിൽ പറ്റിയതാണ്. ഞാനത് ഡിഫെൻഡ് ചെയ്യുന്നില്ല. വല്ലാത്ത വൾഗറായി തോന്നിയെങ്കിൽ പിന്നെ ചിലർ വിളിച്ചു പറയാം, അയ്യോ ആ കുട്ടിക്ക് എന്ത് ചെറിയ ഡ്രസ്സാണ്. ഞാൻ പറഞ്ഞു മോനെ ഇതിലും ചെറിയ ഡ്രസ്സ് ഇവിടുത്തെ ഐഡിയ സ്റ്റാർ സിംഗറിലെ പെണ്ണെടുത്തിട്ടുണ്ടല്ലോ, അയ്യോ അതൊന്നും കാണുന്നില്ല. രഞ്ജിനി ചേച്ചി ഐഡിയ സ്റ്റാർ സിംഗറിലെ ഇതിനെക്കാട്ടി ചെറിയതല്ലേ ഡ്രസ്സ് ഇടുന്നത്, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇവിടെ നമ്മുടെ കോസ്റ്റ്യൂംസ് ഈ കോസ്റ്റ്യൂംസ് ഒക്കെ സെലക്ട് ചെയ്യുന്ന സാർ തന്നെയാണോ? അല്ല, ഇവിടെ ഐശ്വര്യ റായി മറ്റുള്ളവരൊക്കെ എങ്ങനെയൊക്കെ അഭിനയിക്കുന്നത്, നമ്മളൊരു കുട്ടിയിട്ട ഡ്രസ്സ് ഭയങ്കര വിമർശനം. ഐശ്വര്യയെ പറ്റി പറയാം, എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് അവരുടെ പേര് എനിക്ക് ഇഷ്ടമല്ല, ഞാൻ വെറുതെ ആ സാധനം. അല്ലടാ മാത്രമല്ല, പക്ഷെ എനിക്ക് ഇത്രയൊക്കെ എനിക്ക് സുഖമുണ്ട്. വിമർശിക്കുന്ന മുഴുവൻ പറയും സാർ 12 വയസ്സ് സാറിന്റെ ഡ്രസ്സ്, അതിന് തരം സീൻ ശരിയല്ല. അപ്പൊ ഞാൻ ചോദിക്കും മോനെ ഞാനൊക്കെയാണ് ഇഷ്ടമില്ലാത്തൊരു പാട്ടാണെങ്കിലോ ആദ്യ പ്രാവശ്യം മുഴുവൻ കേൾക്കാൻ നിൽക്കില്ല, അപ്പൊ ഞാൻ ഓഫ് ചെയ്യും. അതാണ്. അല്ല ഞാനൊരു അഭിപ്രായം പറഞ്ഞു സാർ. ഞങ്ങളുടെ ഇപ്പൊ ഒരു സോങ്ങില് ഞാൻ അഭിപ്രായം സാറിന് മുമ്പ് എനിക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല, എങ്കിലും ഒരു സാറിന്റെ കടുത്ത ആരാധന എന്റെ മാത്രം അഭിപ്രായമല്ല കേട്ടോ, ഞങ്ങളെ സ്റ്റുഡൻസിന്റെ എല്ലാം കൂടെ ഒരു അഭിപ്രായമാണ്. ഇനിയിപ്പോ സമയം ഉണ്ടാകത്തില്ല എങ്കിലും ഞാൻ എന്റെ ഒരു അഭിപ്രായം നെക്സ്റ്റ് പടത്തിലെങ്കിലും സാറിന് ഒരു സോങ്ങിൽ ഒരു റാപ്പ് ഒക്കെ കയറ്റി സാർ ഇങ്ങനെ നല്ല ചെയിനും ഒക്കെ ഇട്ട് നല്ല ലൂസ് ബെഞ്ചിനൊക്കെ ഇട്ട് അല്ലാതെ നമുക്കില്ല അത് വേണം സാർ. യോ ആ സാധനമില്ലേ അത് കയറ്റി അങ്ങനെ. എന്നാലും ഞങ്ങൾ ഇപ്പോഴത്തെ സ്റ്റുഡൻസിനൊക്കെ എൻജോയ് എന്ന് പറഞ്ഞാൽ അത് അങ്ങനത്തെ ഒരു ഇത് വേണം. ഏതാ എങ്ങനെ ഉദ്ദേശിച്ചു സാർ? റാപ്പില്ലേ ജാസിഫ് കേട്ടുന്നേ കെമറോ ഇങ്ങനെയൊക്കെ പറഞ്ഞ യോ 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 മനസ്സിലായല്ലേ? എനിക്ക് ക്ലിയർ ആയില്ല. എന്താണ് ജാസി ഗിഫ്റ്റ് സാർ? ജാസി ഗിഫ്റ്റ് ആ ഏട്ടൻ കേട്ടതില്ല റാപ്പ് ഇതുപോലെ വലിയ റാപ്പില്ലേ പാട്ടിനിടയ്ക്ക് ഇംഗ്ലീഷ് കയറ്റിയ യോ പറയുക അങ്ങനെയൊക്കെയുള്ള അത് നമ്മളിപ്പോ തന്നെ സോങ് ഇല്ലടാ, ഇനി അടുത്ത സിനിമയിൽ ആലോചിക്കാം. അതല്ല സാർ, അങ്ങനല്ല എന്റെ ഒരു അഭിപ്രായം പറയാ സാർ. അടുത്ത പടത്തിനെങ്കിൽ സാർ ഇങ്ങനത്തെ കയറ്റി ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയുള്ള ഇത് കോളേജ് സാർ ചെയ്യോ സാർ? അത് അല്ല ഞാൻ പറയട്ടെ, ഞാനിപ്പോ 2ാമത്തെ സിനിമ കാളിദാസൻ കവിത എഴുതുകയാണ്. ആരാ സാറ് കവിത എഴുതുന്നത്? എന്റെ സിനിമേന്റെ ഒരു പ്രത്യേകത ഞാൻ ഇപ്പൊ ഇതിൽ 105 ആൾക്കാർ അഭിനയിക്കുന്നു. ഈ 105 ആള് ജീവിതത്തിൽ ആദ്യമേ അഭിനയിക്കുന്നത്. കുറഞ്ഞു പോയല്ലോ സാർ? പുതിയ ആളുകൾക്ക് പരമാവധി ചാൻസ് കൊടുക്കാന്നുള്ളതാണ്. കഴിവുണ്ടാവണേ, കഴിവില്ലെങ്കിൽ പിന്നെ കഴിവുള്ള ഒരാൾ എന്റെ മുന്നിൽ വരികയാണെങ്കിൽ എന്തായാലും എന്തായാലും ആർക്കും കിട്ടത്തില്ല. അതെന്തായാലും അവർക്ക് അത് പറ്റത്തില്ല. സാറിന്റെ അത്രയും കഴിവൊക്കെ അവർ സാറിന് മുമ്പിൽ നിൽക്കാൻ. ഞാൻ എന്റെ കഴിവല്ല പറയുന്നത്, അഭിനയിക്കുകയാണെങ്കിൽ അഭിനയിക്കാനുള്ള കഴിവെന്ന് ഞാൻ പറഞ്ഞു. അതാണ് പാടാനുള്ള കഴിവ്. നടക്കാൻ നോക്കണം സാർ.
പരമാവധി പുതിയ ചാൻസ് കൊടുക്കാനാ ചെയ്യും. അല്ല നമുക്ക് പിന്നെയും കാണാം. അപ്പൊ എന്താ വിളിച്ച ആളെ പേരെന്താ പറഞ്ഞു? ചോദ്യം ചോദിക്കണം, എന്റെ ചോദ്യത്തിന് ഉത്തരം തന്നെ സാർ വെച്ചാൽ മതി. ആളെ പേരെന്തേലും പറഞ്ഞു? എന്റെ പേര് സുഭാഷ്. സുഭാഷ്, ശരി സുഭാഷ്, എന്നാ പിന്നെ കാണാം. അല്ല സാർ വെക്കല്ലേ. ഹലോ ഹലോ, പടം പെട്ടെന്ന് ഇറക്കാൻ നോക്ക് സാർ. എങ്ങനെ പടവേ പെട്ടെന്ന് ഇറക്കാൻ നോക്ക്. ഞാൻ റിലീസിന് മുമ്പ് ചോദിക്കുന്നത് ശരിയല്ല, എങ്കിലും ഒന്ന് ചോദിച്ചോട്ടെ. പറയൂ. ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, എങ്കിലും എന്താണ് പടം? ഒരു ഞങ്ങൾക്ക് അറിയാനുള്ള ആക്ഷൻ ത്രില്ലർ ആണോ, കോമഡി ആണോ, അതോ റൊമാൻറ്റിക്? അല്ല, സിനിമ ശരിക്കും ഒറ്റ പറഞ്ഞ ഒരു വയലന്റ് ലവ് സ്റ്റോറിയാണ്. വയലന്റ് അല്ലേ? ഒരു അക്രമാസക്തമായിട്ടുള്ളൊരു, അതിന് പ്രേമമുണ്ട്, കുടുംബമുണ്ട്, സമയം വയലൻസ് ഉണ്ട് ഒരേ സമയം. പടത്തിന്റെ പൂജ എവിടെയായിരുന്നു സാർ? പടത്തിന്റെ പൂജ എവിടെ വെച്ചായിരുന്നു? ഒരേ സമയം വയലൻസും ഒരു എന്താ പറയാ, ഞാൻ പറഞ്ഞില്ല, ഞാൻ സൈക്കോളജി കഴിഞ്ഞ സ്ഥിതിയാണ് ഒരു സൈക്കോളജിക്കൽ ആംഗിളുള്ള ഫിലിം. തികച്ചും മലയാളത്തിൽ ഇങ്ങനെ സിനിമ, ഇന്ത്യയിൽ ഇങ്ങനെ സിനിമ, ഇങ്ങനത്തെ ഒരു സ്റ്റോറി അല്ല. ഒരിക്കലും മലയാള സിനിമ എന്നല്ല, ഒരു രീതിയിൽ ഇങ്ങനത്തെ സ്റ്റോറി ഇറക്കത്തില്ല, ഒരിക്കലും ഇറങ്ങാനും പോകുന്നില്ല. നോക്കാം. അപ്പൊ ഏതായാലും ഞാൻ പരീക്ഷിച്ച് നോക്കുകയാണ്. രാജസ്ഥാനിക്ക് പറഞ്ഞല്ലോ, ഞാൻ എന്റെ ആദ്യ സിനിമയല്ല, അത് അത്ര സൂപ്പർ. മമ്മൂട്ടി മോഹൻലാലൊന്നുമല്ലല്ലോ, പടം ഒരു സോഡിയാരി. ഇപ്പം ഇങ്ങനെ ഇങ്ങനല്ലേ വന്നത്? മാത്രമല്ല, വിജയിക്കാൻ എനിക്ക് ഭയങ്കര കിട്ടുന്നതാണ്. കാരണം വെച്ചാല് മറ്റുള്ളവർ സഞ്ചരിക്കാത്ത ഒരു പാതയിലൂടെ ഞാൻ സഞ്ചരിച്ച് വിജയിച്ചു എന്നുള്ള എനിക്ക് പറയാം. തീർച്ചയായിട്ടും വിജയിക്കും സാർ, ഞങ്ങൾ വിജയിക്കും. അപ്പൊ ആര് കണ്ടില്ലേ, ഒരു 50 വട്ടം ഞങ്ങൾ ഈ 60 സാറിന്റെ ഒരു ഫാൻസ് ഉണ്ട്, 100 പേര് ഇവിടെ ഉണ്ട്. അത് ഞങ്ങളൊരു 40 വട്ടമെങ്കിലും പോയി കണ്ട് പടം വിജയിപ്പിക്കും. അതെ നോക്കാം. അല്ല സാർ, ഞാൻ പറഞ്ഞാല് ശരിക്കും ഇത് ഒരു ക്രിസ്ത്യൻ ഒരു ഹിന്ദുവിനെ മാരേജ് ചെയ്യുന്നു, പിന്നീട് അവർക്ക് ഉണ്ടാകുന്ന പ്രായോഗിക പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിലുള്ള പ്രശ്നങ്ങളാണ്. അല്ല സാർ, പിന്നീട് അവര് അടുത്ത പ്രശ്നങ്ങളും ആ പ്രശ്നങ്ങളെ അവർ ധീരമായി ചെയ്യാൻ ശ്രമിക്കുന്നതുമാണ്. പക്ഷെ അതിനുള്ള ദുരന്തവുമാണ് സിനിമ. അല്ല സാറേ, നമ്മുടെ ഈ പടത്തിന്റെ പൂജ എവിടെയായിരുന്നു സാർ? പടത്തിന്റെ പൂജ എവിടെയായിരുന്നു? തുടങ്ങിയപ്പോ പൂജയൊക്കെ ഇല്ലേ ഇങ്ങനെ വെച്ച്? അതൊക്കെ കോഴിക്കോട് തന്നെയാണ്, മൊത്തം കോഴിക്കോട്. സാർ എന്തുകൊണ്ട് സാർ മലയാളത്തിലെ മുൻനിര നായികമാരെ പരിഗണിക്കാൻ മൊത്തം പുതുമുഖങ്ങളാണല്ലോ? ഇതില് 105 ആൾക്കാർ ഡയലോഗുള്ള 105 ആൾക്കാർ. എങ്കിലും പടം ഒന്നും ഇൻട്രസ്റ്റ് ആവണമെങ്കിൽ ഇപ്പോഴത്തെ പുതുമുഖ നായികമാരെയൊക്കെ വെച്ചിരുന്നെങ്കിൽ ഒരു കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നില്ലേ എന്നാണ് എന്റെ. തീർച്ചയായിട്ടും. പക്ഷെ എന്താ പറയാ, എനിക്കെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഷൂട്ടിംഗ് വിചാരിച്ചു എനിക്ക് നാളെ നടന്നിരിക്കണം. ആ രീതിയിൽ ഇവിടെ സിനിമ ലെവലിൽ എനിക്ക് കിട്ടൂല. ഞാൻ അതൊരു പ്ലസ് പോയിന്റ് ആണ്, ഗ്രേറ്റ് ഡയറക്ടറിന്റെ പ്ലസ് പോയിന്റ് ആണ്. ഇപ്പൊ നമ്മുടെ ഒരു കാര്യം തീരുമാനിച്ചാൽ നാളെ തന്നെ നടക്കണം. അതെന്ന് പറഞ്ഞ ഒരു എന്താ എനിക്ക് അല്ലാതെ നമ്മളിപ്പോ ഇവിടെ അതേപോലെ ഇവിടുത്തെ പല നടിമാരെ നമ്മൾ സമീപിച്ചു. അവർക്ക് ഭയങ്കര ഇഷ്ടമായി, അവർക്ക് സ്റ്റോറി കണ്ട് കരഞ്ഞിരുന്നു. നമ്മുടെ ടോപ്പ് നടിമാര് കരയും. അല്ലാതെ തന്നെ ആ സ്റ്റോറി അത്രയും ടച്ചിങ് ആണ് സിനിമ. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് തെറ്റിദ്ധാരണ. ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരാളും ഒരിക്കലും അതിനിത് പറയില്ല. അതിലങ്ങനത്തെ ഒരു വളരെ ഒന്നുമില്ല. പാട്ട് കേട്ട് എനിക്ക് കരച്ചിലാണ്. അപ്പൊ ഞാൻ പറയുന്നത് അപ്പോഴാ ഒരു നോക്കാം, എനിക്ക് മറ്റൊരു ഫോൺ വരുന്നുണ്ട്. നമുക്ക് രാഷ്ട്രഭാഷല്ലേ? ഒരു മിനിറ്റ് കൂടെ, ഒരു 5 മിനിറ്റ് കൂടെ, ജസ്റ്റ് ഇപ്പൊ തീർക്കാം. അല്ലടാ, ഞാൻ ഇതിലേക്ക് ഇറങ്ങാം. എനിക്ക് ഒരു വെയിറ്റ് ചെയ്യുന്നത്. അങ്ങനെ പറയരുത് സാർ, ഒത്തിരി വളരെ ലൈൻ കിട്ടി, എനിക്ക് കിട്ടത്തില്ല സാർ. സാർ എപ്പോഴും ബിസിയാണ്. ഒരു 5 മിനിറ്റ് ഷോപ്പ് അടയ്ക്കാൻ ഞാൻ സാധനം വാങ്ങിക്കാൻ പോകാം സാർ. ഒരു 5 മിനിറ്റ് കൂടെ സ്പെൻഡ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് കൂടെ. അല്ല അതല്ല, ഷോപ്പ് അടയ്ക്കണം. ഒരു 5 മിനിറ്റ് കൂടെ എന്താ സാർ ഇങ്ങനെ? ഒരു 1/2 മണിക്കൂർ ലക്ഷം വിളിച്ചു സാർ. ലൈൻ കിട്ടണ്ടേ സാറിന്? എപ്പോഴും ബിസി അല്ലേ? ലൈൻ കിട്ടണ്ടേ?